കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് കരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഒന്നുകൂടെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം നിശ്ചയമായും ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വളരെ ഹല്ലേലൂയ പല കാര്യങ്ങളുണ്ടായിരുന്നിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ ദൈവമൊക്കെ എടുത്തായിരുന്നാലും ഹല്ലേലൂയ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കടന്നു വന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്നവരോട് കർത്താവ് നിശ്ചയമായും കരുണ കാണിക്കും. അത് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു. ഇന്ന് നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യൻ പാസ്റ്റർ അജോയ് ചാത്തന്നൂരിനെയാണ്. ഈ നാളുകളിൽ കർത്താവ് വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൃത്തിനെയാണ് കർത്താവ് നമുക്ക് അയച്ചു വന്നിരിക്കുന്നത്. ദൈവദാസനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുവാൻ പോവുകയാണ്. കർത്താവായ ദൈവമേ സംസാരിക്കണമേ. അടിയങ്ങൾ കേൾക്കുന്നു, അടിയങ്ങൾ കേട്ട് അനുസരിക്കാമെന്നുള്ള പ്രൈസലോട് ഒരു സമർപ്പണ ബോധത്തോടെ അശ്വമ ബാലനെ പോലെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസലോട്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദേവദാസനെ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവപാദപീഠത്തിലിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ അനുഗ്രഹീതമായ നല്ല പകൽ വാഴ്ത്തപ്പെടട്ടെ. ഇവിടെയുള്ള ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം.എ. വർഗീസ് അവറുകൾ ശുശ്രൂഷയുടെ സഹായത്തിനായി കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, ഈ സഭയുടെ ആത്മീയ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് വളരെ സമർപ്പണത്തോടെ ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പിതാക്കന്മാർ, കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രാർത്ഥന കടന്നു വന്ന ദൈവമക്കൾക്ക് ഒരുപോലെ അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയബോധത്തോടും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. മുഖവിരകൾ പറഞ്ഞ് സമയം മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് കൈമാറാൻ ഒരു ദൈവിക ആലോചന ദൈവം എൻ്റെ കരത്തിൽ തന്നിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടച്ച് എല്ലാ ഹൃദയങ്ങളും ദിവസത്തിൽ ഏകാഗ്രമാക്കി അധരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശം അടച്ചു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശം തുറന്ന് ദേശത്ത് മഴ പെയ്യിപ്പാനിടയായി.
ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ഒന്നിറങ്ങി പ്രാർത്ഥിക്കാമോ? ആത്മാവിൽ തിരിച്ചറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമോ? അടുത്തിരിക്കുന്നവർ സ്തോത്രം പറയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നടത്തിയ വിധങ്ങൾക്ക്, കൊണ്ടുവന്ന വഴികൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയുള്ള അധരത്തോടെ നമുക്കൊരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങാം. എല്ലാ അധരങ്ങളും തുറന്ന് അല്പസമയം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരേണ്ടതിനായി എല്ലാ അധരങ്ങളും തുറന്ന ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവസഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിലേക്ക് ഈ പകൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പോരുകളെയും ദൈവം ശാസിക്കും. വചനത്തിൻ്റെ വാതിലുകൾ ദൈവം തുറക്കും. ആത്മമണ്ഡലങ്ങളെ ദൈവം തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കും. മഹത്വം അങ്ങ് മാത്രം എടുക്കും. പ്രാർത്ഥന കേട്ടതയ്ക്കായി സ്തോത്രം. യേശു തമ്പുരാൻ്റെ നിസ്തുല്യ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസല്ലായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഞാൻ വായിച്ച വേദഭാഗം വളരെ പരിചിതമായ വേദഭാഗമാണ്. ധാരാളം പ്രാവശ്യം ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് മെസ്സേജുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ 17-ാം വാക്യമൊക്കെ വളരെ പരിചിതമായ വാക്യമാണ്. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സാധാരണ മനുഷ്യൻ പ്രാർത്ഥനയുടെ ഉന്നതിയിലേക്ക് കയറിയപ്പോൾ പ്രകൃതി ശക്തികളെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു ആത്മപ്രവൃത്തി തൻ്റെ മേൽ പകരുവാനിടയായി. ആ മനുഷ്യൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവൻ സ്തോത്രം അടഞ്ഞ മഴയുടെ വാതിലുകൾ തുറന്ന് ദേശത്ത് മഴ പെയ്യുവാനിടയായി. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഇന്ന് പകൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫലകരമായ പ്രാർത്ഥന എന്നുള്ളതാണ്. ഫലകരമായ പ്രാർത്ഥന, അതിൻ്റെ ഒരു പ്രാരംഭ മേഖല എന്ന നിലയിൽ യാക്കോബിനെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യാക്കോബ് എന്ന പദം, ആ പേര് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പേരാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അതിനെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യവൃന്ദത്തിൽ ഒന്നിലധികം യാക്കോബുമാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ശിഷ്യനായ സെബദിയുടെ മകനായ യാക്കോബ് ഒരു വീട്ടിൽ നിന്ന് കർത്തൃവേലയ്ക്ക് 2 പേരെ വിളിച്ചിറക്കുവാനിടയായി. 1 യോഹന്നാനും 2 യാക്കോബും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. സ്തോത്രം. യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലാക്കി
അവർ പത്രോസിനെ പിടിച്ചു. സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെയൊന്നും ദൈവപ്രവൃത്തിയെ തടയാൻ പറ്റിയില്ല, ദൈവത്തിൻ്റെ പദ്ധതികളെ തടയാൻ പറ്റിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കും, തൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ഇന്നും അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ആമേൻ. ദൈവത്തിന് സാധ്യതകളോ സാഹചര്യങ്ങളോ ഒന്നും വിഷയമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അതാത് സമയങ്ങളിൽ വെളിപ്പെടുവാനിടയാകും. എന്നാൽ ശിഷ്യന്മാരിലുണ്ടായിരുന്നവരാരുമല്ല ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം എഴുതിയത് യേശുവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതുവാനിടയായത്. എന്നാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പുതിയ നിയമത്തിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പഴയ പുസ്തകമെന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ കാനോനികമായി അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനമാണ്. AD 44-48 കാലയളവുകൾക്കകത്ത് ഇത് എഴുതപ്പെട്ടു എന്ന് പറയുന്നു. രണ്ടാമത്തെ പുസ്തകം അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതിയ ഗലാത്യ ലേഖനമാണ്. AD 49 കാലഘട്ടങ്ങളിലാണ് അത് എഴുതിയത് എന്ന് അനുമാനിക്കുന്നു. സ്തോത്രം. AD 44 ഈ ലേഖനം എഴുതുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പോലും യേശുവിൻ്റെ അർത്ഥ സഹോദരന്മാരാരും ആ ക്രൂശിൻ്റെ ചുവട്ടിലോ അപ്പോൾ തന്നെ യേശുവിനെ വേണ്ടും വണ്ണം ഉൾക്കൊള്ളാനോ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാനോ അവർക്ക് പറ്റിയില്ല, മനസ്സില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം ദൈവവചനം പഠിക്കുന്നവരുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യം എടുത്തവരൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം വാക്യം 5. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. സ്തോത്രം. അതിന്റെ മുൻപും പിൻപും പല ഭാഗങ്ങൾ കിടപ്പുണ്ട്, ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യേശുവിൻ്റെ ശുശ്രൂഷ തകൃതിയായി നടക്കുകയാണ്. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ തൊട്ട് തുടങ്ങിയതാണ് ശുശ്രൂഷയുടെ അത്ഭുതങ്ങളുടെ ആരംഭം. പക്ഷേ വെള്ളം വീഞ്ഞായതോ, ലാസർ പുറത്തു വന്നതോ, കുഷ്ഠരോഗികൾ സൗഖ്യമായതോ, 38 വർഷം കുളക്കരയിൽ കിടന്നവൻ വിടുവിക്കപ്പെട്ടതൊന്നും യേശുവിൻ്റെ അർത്ഥ സഹോദരന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യം യാഥാർത്ഥ്യമായിരുന്നു അത്. പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് ലോകം പറയുന്നതായിരുന്നു വലുത്. സ്തോത്രം. പലപ്പോഴും പലർക്കും വലുത് മറ്റു പലതുമാണ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം പറയുന്നത് അംഗീകരിക്കാനും ദൈവം പറയുന്നത് ഉൾക്കൊള്ളാനും കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നാം ലജ്ജിക്കപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകം എന്താ പറഞ്ഞിരുന്നത് യേശുവിനെ കുറിച്ച്? ലോകം യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് യേശു ജാരസന്തതി എന്ന്. ലോകം എന്താ യേശുവിനെ കുറിച്ച് പറഞ്ഞത്? യേശു വേശ്യാപുത്രൻ എന്നാണ് ലോകം പറഞ്ഞത്. ലോകം എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്? തച്ചൻ്റെ മകനെന്നും മറിയയുടെ മകനെന്നും ഒക്കെയാണ് ലോകം വിളിച്ചത്. യേശുവിനെ കുറിച്ച് ലോകം പറഞ്ഞത് അവൻ ബയസബൂലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്നാണ് ലോകം പറഞ്ഞത്. പക്ഷേ ദൂതൻ വന്ന് മറിയയോട് വന്ദനം പറയുമ്പോൾ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറയുമ്പോൾ, മറിയയുടെ ശരീരം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു ഈ പറഞ്ഞത് മനുഷ്യനല്ല, വന്ദനം പറഞ്ഞത് ദൈവത്തിൽ സ്വർഗത്തിൽ നിന്നാണെന്ന തിരിച്ചറിവ് മറിയയുടെ അകത്തുണ്ടായി. എന്നിട്ടൊരു സാധാരണക്കാരി സ്ത്രീക്ക് മനസ്സിലാകത്തക്ക വിധം വളരെ വ്യക്തമായും വളരെ ശാന്തമായും
അവൻ സ്തോത്രം വളരെ സവിസ്തരമായി അവൻ ആ മറിയോട് ദൂതൻ സംസാരിപ്പാനിടയായി. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് തുടങ്ങി അവൻ ആ ദൂത് വെളിപ്പെടുവാനിടയായി. അന്നു മുതൽ മറിയയ്ക്കറിയാം, ഞാൻ കേട്ടത് ഊഹാപോഹങ്ങളല്ല, ഞാൻ കേട്ടത് കെട്ടുകഥകളല്ല, ഞാൻ കേട്ടത് അവൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ പൊഴിവാക്കുകളല്ല, എന്നോട് ഇടപെട്ടതൊരു പ്രവാചകനല്ല, അവൻ സ്വർഗത്തിലെ പ്രധാനപ്പെട്ട ദൂതനാണ് എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചത്. ഇനി ആരെല്ലാം വിശ്വസിച്ചില്ലെങ്കിലും, ആരെല്ലാം അംഗീകരിച്ചില്ലെങ്കിലും, ആരെല്ലാം ദൂതുകൾ ഉൾക്കൊണ്ടില്ലെങ്കിലും എനിക്ക് ആ ദൂതൻ്റെ ചെവിയിൽ നിന്ന് മാറുന്നില്ല. ആ ദൂതൻ്റെ അന്തരംഗത്തിൽ ഇന്നും ചലിപ്പിക്കുന്നതാണ്. അവൻ സ്തോത്രം, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും ഒന്നെനിക്കറിയാം, ആ ദൂതിൻ്റെ പിൻപിൽ ഒരു സ്വർഗീയ ഉടമസ്ഥനുണ്ട്. ആ പ്രവൃത്തി ഞാൻ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിവാഹ നിശ്ചയത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട അവൻ മറിയ, ഇത് അവൻ ജോസഫ് പിൽക്കാലത്ത് അറിഞ്ഞ് അവൻ ഗൂഢമായി ഉപേക്ഷിച്ച് കളയാൻ ശ്രമിക്കുമ്പോൾ ഇതേ ദൈവം അവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് ഇടപെടുവാനിടയായി. നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല സംഭവം, ലോകം പാടുന്നത് പോലെയല്ല സംഭവം. ഇല്ലാത്തത് പറഞ്ഞ് മറിയെ അവഹേളിക്കാനും ചവിട്ടിത്തേക്കാനും ശ്രമിക്കുമ്പോൾ ദൂതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് അവൻ കൂടെ നിൽക്കേണ്ടവനോട് പറയുകയാണ്, അവൻ ധൈര്യത്തോടെ ചേർന്ന് നിന്നോ, അതിൻ്റെ പിന്നിൽ ഉൽപ്പാദിതമായത് സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കൂടെ നിൽക്കുന്നവർ ഉൾക്കൊണ്ടില്ലെങ്കിലും, ചേർന്ന് നിൽക്കേണ്ടവർ ഉൾക്കൊണ്ടില്ലെങ്കിലും, ഇന്ന് പകൽ ആത്മാവ് ചിലതിനോടൊരു ദൂത് പറയുകയാണ്. ചേർത്തു നിർത്തേണ്ടവനെ ചേർത്ത് നിർത്തി ദൈവം തൻ്റെ പ്രവർത്തികൾ അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കരങ്ങൾ ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് കാണട്ടെ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ലോകം മുഴുവൻ പറഞ്ഞു, ജോസഫെ, അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് കാര്യം മനസ്സിലാക്കി ഒഴിയുന്നത് നല്ലതാ. ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ അവൻ ജോസഫിനോട് അന്ന് രാത്രി സ്വർഗം പറഞ്ഞു, ഉപേക്ഷിക്കാൻ വരട്ടെ, ഈ വാഗ്ദത്തത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാ നീ. ഈ ദൂതിനോട് അകന്നു പോകേണ്ടവനല്ല നീ, ഈ ദൈവശബ്ദത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാ. ഇന്നു രാത്രി ചേർന്ന് നിൽക്കേണ്ടവർ അകന്നു പോകരുത്. ആരോടോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആർക്കും അകന്നു പോകാം, പക്ഷെ ദൈവം കണ്ടവൻ അകന്നു പോകരുത്. ദൈവം കണ്ടവൻ അകന്നു പോകരുത്. ഇന്ന് പകൽ ചിലരോട് ദൂത് പറയുകയാണ്, നീ ചേർന്ന് നിന്നോ. അവൻ നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ കൈപിടിച്ച് നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൂതിനോട്, ആ ശുശ്രൂഷയോട്, ശുശ്രൂഷകന്മാരോട്, ആത്മമണ്ഡലങ്ങളോട് ചേർന്ന് നിൽക്ക്. ആത്മാവ് ഇന്ന് പകൽ ആരെയോ നോക്കി ആത്മാവിൽ ദൂത് പറയുകയാ, അതിനോട് ചേർന്ന് നിൽക്ക്. ആ ക്രൂശിനോട് ചേർന്ന് നിൽക്ക്. ആ ദൈവ പദ്ധതിയോട് ചേർന്ന് നിൽക്ക്. ആ വാഗ്ദത്തത്തോട് ചേർന്ന് നിൽക്ക്. കാലങ്ങൾ പലതും തെളിയിക്കും. കാലങ്ങൾ ചിലത് തെളിയിക്കും. നീ കണ്ട ദൂതിനോട് ചേർന്ന് നിൽക്ക്. നീ കണ്ട സ്വപ്നത്തോട് ചേർന്ന് നിൽക്ക്. നീ കണ്ട വാഗ്ദത്തത്തോട് ചേർന്ന് നിൽക്ക്. നിന്നോട് ഇടപെട്ട ദൈവശബ്ദത്തോട് ചേർന്ന് നിൽക്ക്. വിഘടിച്ചു പോകരുത്, വിഘടിച്ചു പോകരുത്. ഈ രാപ്പകൽ ആത്മാവ് ഇടപെടുക. വിഘടിക്കരുത്, വിഘടിക്കരുത്, വിഘടിക്കരുത്. അഹീതോഫലിന്റെ ആലോചനയോട് ചേരാനല്ല നിന്നെ കണ്ടത്, വാഗ്ദത്തമുള്ളവനോട് ചേരാൻ, ദൈവപദ്ധതിയുള്ളവനോട് ചേരാൻ, കുറ്റം പറയുന്നവന്റെ കൂടെ ചേരാൻ അല്ല നിന്നെ വിളിച്ചത്. ഈ പകൽ ആരെയോ ദൈവം ചേർത്ത് നിർത്തുക. ഈ പകൽ ആരെയോ ദൈവം ചേർത്ത് നിർത്തുക. ഈ പകൽ ആരെയോ ദൈവം ചേർത്ത് നിർത്തുക. നിന്നോട് പറഞ്ഞ ദൂത് സംശയിക്കാനുള്ളതല്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ ആര്? യഹോവയുടെ പക്ഷത്തുള്ളവൻ ആര്? യഹോവയുടെ പക്ഷത്തുള്ളവൻ ആര്? ജീസസ്. ജയം. അത് ഈ സഭയോടുള്ളൊരു ദൂതായിട്ട് വെളിപ്പെടുന്നുണ്ടല്ലോ. അർദ്ധമനകച്ച ചെയ്യാന ആത്മികൻ്റെ കൂടെ കൂടാൻ ഇന്ന് ആള് കുറവാ.
വിഘടനവാദിയുടെ കൂടെ കൂടാൻ ആളുണ്ട്, കുത്തിത്തിരിപ്പുകാരൻ്റെ കൂടെ കൂടാൻ ആളുണ്ട്. അവൻ സ്തോത്രം, അഹീതോഫലിൻ്റെ കൂടെ കൂടാൻ ആളുണ്ട്, അബ്ശാലോമിൻ്റെ കൂടെ കൂടാൻ ആളുണ്ട്. പക്ഷെ ഇന്നു പകൽ വാഗ്ദത്തമുള്ളവൻ്റെ കൂടെ കൂടാൻ ആരുണ്ട്? അർത്ഥമനഗജസിയാന ഒരു കാളക്കുട്ടിയെ ഉയർത്തിയത് അത്ര വലിയ പ്രശ്നമാണോ മോശേ? ഒരു കാളക്കുട്ടി ഉയർന്നത് അത്ര വലിയ പ്രശ്നമാണോ? അധനഗജസിയാന അതിനെ അങ്ങ് ഒഴിവാക്കിയാ പോരെ, അതങ്ങ് ഏറ്റുപറഞ്ഞ് മാറിയാ പോരെ? ഇന്നു പകൽ സ്വർഗം പറയുകയാ, അർത്ഥമനഗജസി മുകളിൽ അവൻ ഒരു ദൈവമല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന പുറത്തു വരുമ്പോൾ അർത്ഥമന ചിലതിന്റെ മൈൻഡിനെ കയറി പിടിച്ചിട്ട്, ചിലതിന്റെ മനസ്സിനോട് ഇടപെട്ടിട്ട് താഴ്വരയിൽ കാളക്കുട്ടിയെ പണിതെടുത്തെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു പദ്ധതിയുണ്ട്. ഈ പകൽ വചന ശുശ്രൂഷയിൽ അത് പൊളിഞ്ഞു മാറുക. ഈ പകൽ വചന ശുശ്രൂഷയിൽ അത് പൊളിഞ്ഞു മാറുക. ചില കാളക്കുട്ടികൾ പൊളിയട്ടെ, ചില കാളക്കുട്ടികൾ പൊളിയട്ടെ, ചില കാളക്കുട്ടികൾ പൊളിയട്ടെ. ആത്മമണ്ഡലത്തിൽ ചേർന്ന് ആരാധിച്ച്, ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ചേർന്ന് ആരാധിച്ച്, ആത്മമണ്ഡലത്തിൽ ചേർന്ന് ആരാധിച്ച്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മുന്നേറ്റത്തിനെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ ആത്മീയ ചലനത്തിനെതിരെ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ഒരു ചലനം നടക്കട്ടെ. ദൈവം ചിലരെ തൊടുന്ന വെളിപ്പാട്, ദൈവം ചിലതിനെ തൊടുന്ന വെളിപ്പാട്. അർത്ഥമല്ല, ചില കാളക്കുട്ടികൾ എവിടൊക്കെയോ തകരുക, ചില കാളക്കുട്ടികൾ ദൈവത്തിന്റെ വചനത്തിന്റെ തീ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അഹരോൻ അത് ചെയ്തത്. സ്തോത്രം. രക്ഷപ്പെടാൻ വേണ്ടിയാണ് അഹരോൻ അത് ചെയ്തത്. പക്ഷെ ചെയ്തവൻ രക്ഷപ്പെട്ടു, അതിൻ്റെ മുമ്പിൽ തുള്ളിയവൻ പെട്ടുപോയി. ആരെങ്കിലും ഇളക്കിയാൽ ഇളകുന്നവരല്ല നാം, ആരെങ്കിലും ഇളക്കി വിട്ടാൽ ഇളകേണ്ടവരല്ല നാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തൻ. ഇന്ന് പകൽ ആരോടോ ആത്മീയ പക്വതയിലേക്ക് കയറി വരാൻ ദൂത് പറയുകയാ. ആരെങ്കിലും ഉയർത്തിയാൽ ഉയരരുത്, ആരെങ്കിലും താഴ്ത്താൽ താഴരുത്, ആരെങ്കിലും നല്ല വാക്ക് പറയുമ്പോൾ അതിനകത്ത് മയങ്ങിപ്പോകരുത്. ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞ്, അതിൻ്റെ പിൻപിലെ ആത്മമേഖലകളെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ചലിക്കാൻ അന്നേ ദിവസം 3000 എണ്ണം വാളിന്റെ വായ്ത്തലയ്ക്കൽ വീണു. ഒരു ഗ്രൂപ്പ് മാറി നിന്നു, ലേവ്യർ മാറി നിന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ആ ദൂത് പറയുകയാ, അവൻ മാറി നിൽക്കാൻ ദൈവം നിനക്കൊരാലോചന തരിക, ഒഴിഞ്ഞിരിക്കാൻ ദൈവം നിനക്കൊരാലോചന തരിക, അത് വിട്ടുകളയാൻ ദൈവം നമുക്കൊരാലോചന തരിക. ഒഴിഞ്ഞു മാറ്, ഒഴിഞ്ഞു മാറ്. അവൻ കാറ്റിനൊത്ത് പോകേണ്ടവരല്ല, അവൻ ഒഴുകുന്ന വെള്ളത്തിനൊത്ത് സഞ്ചരിക്കേണ്ടവരല്ല. നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തനാ. അവരുടെ മേലുള്ള വിളിയല്ല നിന്റെ മേൽ, അവരുടെ മേലുള്ള തെരഞ്ഞെടുപ്പല്ല നിന്റെ മേൽ, അവരുടെ മേലുള്ള പദ്ധതിയല്ല നിന്റെ മേൽ. जग 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 धन जन 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 धन जल जन धन धन जल जन धन जल 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 धन जल धन गण धन मन धुर जल धन गस रिजदाल जयम
സമയത്തെ ബഹുമാനിക്കുന്നു. ഞാൻ മടങ്ങി വരുന്നു. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ മെസ്സേജിലുള്ള സാധനമല്ല ഇപ്പം പറഞ്ഞത്, പക്ഷെ പരിശുദ്ധാത്മാവിൽ അതിനെ ഗൗരവമായി ഞാൻ കാണുന്നു. മുകളിൽ ദൈവ പദ്ധതി വെളിപ്പെടുമ്പോൾ ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അവൻ്റെ കൈവച്ചത് എഴുതി പിടിപ്പിക്കുമ്പോൾ പഴയ പാമ്പായ പിശാച് ജനത്തിൻ്റെ ഇടയിൽ പലതിനെയും വകഞ്ഞുകൂട്ടുകയാ. ഹല്ലേലൂയ. 40 ദിവസം ഇരുന്നവൻ ഇറങ്ങി വന്നപ്പോൾ കയ്യിലിരുന്ന ശ്രേഷ്ഠമായത് ഉടച്ചു കളയുവാനിടയായി. ഇന്ന് പകൽ ഉടയ്ക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ, ഉടയ്ക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല. നീ പ്രാപിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും ഉടഞ്ഞു പോകരുത്. അത് സംസാരിച്ചുടഞ്ഞു പോകരുത്, അത് ഉടഞ്ഞു പോകരുത്. ഈ ദിവസങ്ങളിൽ അത് ഉടയരുത്. ചിലരോട് ദൂത് പറയുകയാ, ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളാണല്ലോ, ഉടഞ്ഞു പോകരുത്. നിന്റെ മേൽ പകർന്നത് ഉടഞ്ഞു പോകരുത്. ഇന്ന് പകൽക്കാലം നിന്നെ ഒരു വ്യത്യസ്തനായി ധൂരവനഞ്ചം അജ്ജലഘട്ടം അച്ചത്താലം വേദിക്കടകം ധൂരച്വരതം ഉടകൽ കമനം ദുരഭക്ഷണതം യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതര ജലഗച്ഛസിയാന മടങ്ങി വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, സ്തോത്രം, ആമേൻ. ലോകം പറയുന്നതായിരുന്നു യേശുവിൻ്റെ ആമേൻ അർത്ഥ സഹോദരന്മാർക്ക് ആമേൻ പറ്റിയിരുന്നത്, ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നത്. എൻ്റെ ചിന്ത, യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ വളർത്തപ്പനായ ജോസഫും യേശുവിനെ ഉൾക്കൊള്ളുമ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല. അത് നമ്മളോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ചേ. 4 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, ആ വീട്ടിൽ രാവിലെ ഇറങ്ങിപ്പോയി വൈകിട്ട് വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആ വീട്ടിൽ സ്വസ്ഥതയുണ്ട് എന്നൊരു കാരണത്താൽ, ഇല്ലെങ്കിൽ അന്യോന്യം നിങ്ങളെ ഉൾക്കൊള്ളും എന്ന കാരണത്താൽ. നിങ്ങളുടെ റൂമിനകത്ത്, നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത്ര സ്വസ്ഥമായിട്ട് നിങ്ങൾ കഴിയുന്നത് ഒറ്റ കാരണമാണ്, അന്യോന്യമുള്ള ആ ഉറപ്പിലാണ്. മനസ്സിലാവുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. അന്യോന്യമുള്ള ഉറപ്പിലാണ് ഞാനും നിങ്ങളുമെല്ലാം ആ കൊച്ചു വീടിൻ്റെ കൂരയ്ക്കകത്ത് കഴിയുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. പക്ഷേ ഇന്ന് ആ കാലം മാറി കേട്ടോ. അർദ്ധമനഗച്ഛസിയാന ഇന്ന് ആ കാലം മാറി. ധാരാളം സംഭവങ്ങൾ നാം കേൾക്കുന്നില്ലേ? അവൻ ഇന്നാർക്കും ഒക്കെ വിഷം കൊടുത്തിട്ട് അവസാനം ഭാനിൽ കെട്ടിച്ചാന്ന് ചത്തു എന്ന കാലം വെളിപ്പെടുമ്പോൾ കൊടുക്കുന്ന ആഹാരത്തിനകത്ത് എന്താണെന്നറിയാത്തൊരു കാലമായി വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽ അവൻ സ്വസ്ഥതയോടെ കഴിയാൻ ഒരു ഗ്രൂപ്പിനെ കഴിയത്തുള്ളൂ. അത് ദൈവാശ്രയമുള്ള, ദൈവമുള്ള ആ കുടുംബത്തിന് മാത്രമേ കഴിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിന് ദൈവത്തിനൊരു സ്തോത്രം പറയാൻ കഴിയുമോ? എൻ്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായി, ആയുധങ്ങൾ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ടുന്ന ആയുധങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ആമേൻ, സ്തോത്രം. പക്ഷേ ഞാൻ പറയട്ടെ, ആമേൻ, ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ആമേൻ നമ്മുടെ വീട്ടിൽ ആ സാധനം വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം നമുക്കൊരുറപ്പുണ്ട്. എൻ്റെ ഭർത്താവ് ആരാണെന്ന്, എൻ്റെ ഭാര്യ ആരാണെന്ന്, എൻ്റെ മക്കൾ ആരാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ ദൈവം തന്നിട്ടുള്ള എല്ലാ നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സ്തോത്രം. യേശുവിൻ്റെ സ്നേഹിതൻ ആമേൻ സഹോദരന്മാർ, അർദ്ധ സഹോദരന്മാർ യേശുവിനെ ഉൾക്കൊണ്ടില്ല. ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര ചെറിയ പദമാണോ? ഉൾക്കൊള്ളുക. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളെ ചിലർ ഉൾക്കൊണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചിലർ ഉൾക്കൊണ്ടില്ലെങ്കിൽ തിരിച്ചും നമ്മൾ അവരെ എന്ത് ചെയ്യത്തില്ല? മിണ്ടുന്നേ ഇല്ല, ഉൾക്കൊള്ളത്തില്ല. ഇനി ഞാൻ ശുശ്രൂഷിക്കുന്നുള്ള എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. രക്തത്താൽ ജയം. പലരുടെയും പ്രശ്നം
എന്നെ ഉൾക്കൊള്ളുന്നില്ലെന്നുള്ളതാണ്. 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ 2 പേരെയും വിളിച്ചു നിർത്തി നോക്കി ചോദിച്ച്, മക്കളെ നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ പറയും പപ്പയ്ക്ക് അവളോടാണ് സ്നേഹം, അല്ലെങ്കിൽ മമ്മിക്ക് അവനോടാണ് സ്നേഹം. സ്തോത്രം. ആ 2 പേർ ഒരു വയറ്റിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതാ. പക്ഷെ അവർക്ക് 2 എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അർത്ഥമനഗജസിയാന എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത, യേശുവിനെ ഉൾക്കൊള്ളാതിരുന്നിട്ടും യേശുവിൻ്റെ ശുശ്രൂഷ മാറ്റിവെച്ചില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്തു. എല്ലാവരും നമ്മളെ ഉൾക്കൊള്ളണമെന്നില്ല. എല്ലാവരും നമ്മുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലാകണമെന്നില്ല. എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നില്ല. എല്ലാവരെയും അംഗീകരിച്ചിട്ടൊരു കാര്യം ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഇന്നു പകൽ ഞാൻ പറയാം, ദൈവം എന്നെ ഏൽപ്പിച്ചു എന്ന ദൗത്യം തിരിച്ചറിഞ്ഞ്, ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു എന്ന ദൗത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ എപ്പോൾ സ്റ്റെപ്പ് വെക്കും, അപ്പോൾ ഇവരാരും നമ്മുടെ മുൻപിൽ തടസ്സങ്ങളല്ല, അപ്പോൾ ഇവരാരും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളല്ല. നമുക്ക് മുൻപോട്ട് പോകാനുള്ള ത്രാണി ദൈവത്തിൽ നിന്ന് ലഭിക്കാനിടയാകും. ഹല്ലേലൂയ, ആമേൻ. 30-ാമത്തെ വയസ്സ് മുതലാണല്ലോ ശുശ്രൂഷ പരസ്യമായി വെളിപ്പെട്ടത്. പരസ്യ ശുശ്രൂഷ 3.5 വർഷമേ ഉള്ളായിരുന്നു. ആദ്യത്തെ 30 വർഷം യേശുവിനെ ഉൾക്കൊള്ളാഞ്ഞത് അവൻ യേശുവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല. ഹലോ, നമ്മളെ പലരും ഉൾക്കൊള്ളാത്ത എന്താ? പറഞ്ഞേ, നമ്മളെ പലരും ഉൾക്കൊള്ളാത്ത എന്താ? അവിശ്വസ്തത, കേട്. ഞാൻ പറഞ്ഞത്, നമ്മളെ ചിലർ ഉൾക്കൊള്ളാത്തത് അവൻ സ്തോത്രം നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽപ്പെട്ട പ്രശ്നമൊന്നുമില്ല, പക്ഷെ മേടിച്ചാൽ മിണ്ടുന്നില്ല. സ്തോത്രം. ആരോടും പറയരുതെന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അന്ന് ഒരു 10 പേരോട് പറഞ്ഞാലേ നമുക്ക് എന്തുള്ളൂ? അതിനൊരു പ്രവാചകൻ തലേ കൈ വെച്ച് പറയണ്ട. നമ്മളെ ചിലർ ഉൾക്കൊള്ളാത്തതിൻ്റെ കാര്യം അവൻ സ്തോത്രം മൂക്കിൻ്റെ തുമ്പത്താണ് എന്തിരിക്കുന്നത്? ശുണ്ടിയിരിക്കുന്നത്. സ്തോത്രം. ദേഷ്യം. നമ്മളെ ചിലർ ഉൾക്കൊള്ളാത്തതിൻ്റെ കാര്യം വ്യത്യസ്തങ്ങളാണ്. ചിലരോട് സംസാരിക്കുന്നത് പോലും ചിലർ ഭയപ്പെട്ടാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇതൊന്നും കൊണ്ടല്ല യേശുവിനെ സഹോദരന്മാർ ഉൾക്കൊള്ളാഞ്ഞത്. വളർത്തപ്പനായ ജോസഫിനോട് ചേർന്ന് വളഞ്ഞതിനും തിരിഞ്ഞതിനും ചിന്തേറിട്ട് എല്ലാ തടിപ്പണിപ്പുരയിൽ എല്ലാ പണികളും ചെയ്ത മനുഷ്യനാണ് യേശു. ബാക്കി അർത്ഥ സഹോദരന്മാർ പലതും നീക്കി മാറ്റി വെക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ, ഒരു പേര് ദോഷം വരുത്താതെ, അവൻ അപ്പന്റെ പേരിന് കളങ്കം വരുത്താതെ വളരെ പ്രാഗൽഭ്യത്തോടെ ജീവിച്ചയാളാണ് യേശു. പക്ഷെ ആ യേശുവിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പോട്ടെ, 30 വർഷം കഴിഞ്ഞ് ഉള്ള 3.5 വർഷത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ശുശ്രൂഷകൻ ഇവിടെ വന്ന് ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമായാൽ, നിങ്ങളോടൊരു ആലോചന പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടനെ ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റാൽ അവൻ സ്തോത്രം 100% ആ മനുഷ്യനെ ഉൾക്കൊള്ളും. ഹലോ, യേശു അത്ഭുതങ്ങൾ പലതും ചെയ്തിട്ടും, കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചിട്ടും, ഇളകിയാടിയ പടകിനെ നിലയ്ക്ക് നിർത്തിയിട്ടും യേശുവിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. അന്നേരം നമ്മുടെ അത്ഭുതങ്ങളൊന്നും നമ്മുടെ അംഗീകാരത്തിന് കാരണങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ വെളിപ്പെടുന്ന അത്ഭുതങ്ങളൊന്നും അംഗീകാരത്തിന് കാരണമല്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, അവൻ ഇതൊന്നും കൊണ്ട് യേശു പുറകോട്ട് പോയില്ല. യേശു തന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ചിന്തകളോ ഏതെങ്കിലും പ്രവർത്തികളോ എവിടെ നിന്നെങ്കിലും വെളിപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ആത്മാവിൽ പറയുക, പുറകോട്ട് പോകാനല്ല വിളിച്ചത്. സ്തോത്രം.
നിങ്ങൾ മുൻപിൽ അവൻ കണ്ടിരുന്ന ചിലരിൽ വന്ന പരാജയങ്ങൾ എന്നെയും നിങ്ങളെയും പുറകോട്ട് കൊണ്ടുപോകരുത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഏറ്റവും അവസാനത്തെയും ഒടുക്കത്തെയും ലേഖനമായ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാ, ഹാസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു. അത്ര നിസ്സാരമുള്ള കാര്യമല്ല. ആസിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വാസ്റ്റായിട്ടുള്ള ദേശമാണ്. അവിടെ പറഞ്ഞത് ആസിയക്കാർ എല്ലാവരും. ആസിയയിൽ 7 സഭകളുണ്ട്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ലവോദിക്ക, ഇങ്ങനെ 7, ഫിലദൽഫിയ, ഇങ്ങനെ 7 സഭകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച ഒരാടെയെങ്കിലും പേര് എൻ്റെ കൂടെ ഉണ്ടോ? ആരെങ്കിലും വിളിച്ചില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും ഒന്നും സ്തോത്രം, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകാനല്ല കണ്ടത്. ഫിലേത്തോസും ഹുമനയോസും ലോക സ്നേഹം കൂടിയത് കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ എന്നെ അത് ബാധിച്ചില്ല. ചിലർ വിശ്വാസത്തിൽ നിന്ന് പോകുന്നത് നമ്മെ ബാധിക്കരുത്. ദേമാസി ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ തെസ്സലോനിക്കയിലേക്ക് പോയി. എന്റെ പ്രാർത്ഥനയെ ബാധിച്ചില്ല. ഞാൻ എന്റെ വിശ്വാസം കാത്തു. സ്തോത്രം. വളരെ പരമപ്രധാനമായ ഒരു പദം പറയുന്നുണ്ട്. എന്റെ 1-ാം പ്രതിവാദത്തിൽ, അറിയാവുന്നവർ പറഞ്ഞേ, ആരും എനിക്ക് തുണ നിന്നില്ല. സ്തോത്രം. അതൊരു കോടതി വാക്കാണ്. പ്രതിവാദം, വാദപ്രതിവാദം. ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചവരാരെയും ഞാൻ കണ്ടില്ല. പക്ഷേ അതിൻ്റെ നടുക്കൊരുവനെ ഞാൻ കണ്ടു. അവൻ്റെ പേരെൻ്റെ വീണ്ടെടുപ്പുകാരനായിരുന്നു. അവൻ എൻ്റെ കർത്താവായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, അർത്ഥമനഗജസിയാന, കൂടെ നിൽക്കുന്നവർ മാറിപ്പോകാം, ചേർന്ന് നിൽക്കുന്നവർ അകന്നു പോകാം. പക്ഷെ ഇന്ന് പകൽ മാറാത്ത ഒരുവനുണ്ടെങ്കിൽ, 6 അടി മണ്ണിനപ്പുറത്തേക്ക് നിന്റെ കൂടെ നിൽക്കാൻ ഒരുവനുണ്ടെങ്കിൽ അത് അരുമനാഥനായ കർത്താവാണ്. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, അവൻ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് അവൻ സ്തോത്രം ഇളകിയാലും നാം ഭയപ്പെടുകയില്ല. ഇന്ന് പകൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭയന്നു പോകത്തില്ല. അവൻ ഇന്നലകളിൽ ദൈവം തുണയായി ഉണ്ടായിരുന്നു എന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദൈവമക്കളുടെ കരങ്ങൾ ഇന്ന് പകലൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത്, അവൻ നിനക്ക് തുണയായിരുന്നു. ഇന്ന് പകൽ ആത്മാവ് ചിലതിനെ വിവേചിച്ചാൽ അതെത്ര സത്യമാ. ദൈവമല്ലേ തുണ. നീ സ്നേഹിച്ചവർ അകന്നുപോയില്ലേ, നീ വിശ്വസിച്ചവർ അകന്നുപോയില്ലേ. പക്ഷെ ഇന്ന് പകൽ തുണയായ ഒരുവൻ, അവന്റെ പേര് നസ്രായൻ എന്ന യേശുവ. ഫിലേത്തോസിനെ കണ്ടിട്ടല്ല ഇറങ്ങിയത്, ഹുമനയോസിനെ കണ്ടിട്ടല്ല ഇറങ്ങിയത്, ആസ്യക്കാരെ കണ്ടിട്ടല്ല ഇറങ്ങിയത്, അവൻ അവരെ ഇവരെ കണ്ടിട്ടല്ല ഇറങ്ങിയത്. എന്നെ വിളിച്ചൊരു ദൈവം. ക്ഷീണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അർത്ഥമൻ അതിന്റെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നിനക്ക് വേണ്ടി ഉണ്ടെന്നുള്ള തിരിച്ചറിവുള്ള ദൈവമക്കൾ അധരം തുറന്ന് യെസ് ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെടരുത്, അവൻ തകർന്നു പോകരുത്. നിന്റെ കൈക്കൊരുവൻ പിടിച്ചിട്ടുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഈ പകൽ ആത്മാവ് ചെല്ലോട് പറയുകയാ, 2024 അവൻ സെപ്റ്റംബർ മാസവും നിന്റെ കരത്തിനൊരുവൻ ആത്മാവിൽ അത് കാണാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എന്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, എന്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. യേശുവിന്റെ നാമത്തിൽ രോഗഭയങ്ങൾ മാറട്ടെ, രോഗത്തിന്റെ കെട്ടുകൾ മാറട്ടെ. ആന്തരിക അവയവങ്ങൾക്കെതിരെ വെളിപ്പെടുന്ന ആധിപത്യങ്ങൾ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ അഴിക്കുക.
ആരാധന. യേശുവിന്റെ നാമത്തിൽ കിഡ്നി പ്രോബ്ലങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ജീസസ്, ജീസസ്, ജീസസ്. നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. ഇന്ന് പകൽ നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ആത്മാവിൽ സഞ്ചരിച്ച്, ആത്മാവിൽ സഞ്ചരിച്ച്, ആത്മാവിൽ സഞ്ചരിച്ച്, ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ച് ഇന്ന് പകൽ ആ കെട്ടഴിഞ്ഞ് മാറട്ടെ. യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല കേട്ടഴിയട്ടെ. അവൻ ഇന്ന് പകല കേട്ടഴിയട്ടെ. നിന്റെ ബുദ്ധിയെ കെട്ടിയത്, നിന്റെ മൈൻഡിനെ കെട്ടിയത്, നിന്റെ തലമുറയുടെ നന്മയെ കെട്ടിയത്, നിന്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയത് ഈ പകൽ അഴിയുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. തിമോത്തിയോസിനോട് പറയുക, വേഗത്തിൽ നീ എൻ്റെ അടുക്കൽ വരണം. അടുത്ത ശീതകാലം വരുന്നുണ്ട്. ശീതകാലത്തിന് മുൻപേ നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം. 3 കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. 1, കർപ്പോസിൻ്റെ പക്കൽ വെച്ചിട്ട് പോരുന്ന പുതപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലധികം തണുപ്പ് വല്ലാതെ വ്യാപരിക്കുന്നു. ആമേൻ. ശീതകാലം വരുന്നുണ്ട്. കഴിഞ്ഞ തണുപ്പിൽ ഞാനത് മനസ്സിലാക്കി. ആമേൻ. എൻ്റെ ശരീരത്തിന് പഴയതുപോലെ ബലമില്ല. ആ പുതപ്പ് ആമേൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്നത്തെ കണക്ക് സാധ്യതകളിൽ ഈ ലെറ്റർ പെട്ടെന്ന് അവിടെ എത്താൻ. ഈ ലെറ്റർ എത്തുമ്പോൾ ആമേൻ സ്തോത്രം, തിമോത്തിയോസ് വേറൊരു സ്ഥലത്താണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു ആ പുസ്തകങ്ങൾ ഈ കാരാഗ്രഹത്തിൽ എനിക്ക് വായിച്ചാശ്വസിക്കാൻ. ആമേൻ, ആമേൻ. ആ പുസ്തകങ്ങൾ എനിക്ക് കൊണ്ടുവരണം. ധർമ്മലിഖിതങ്ങൾ അവൻ കൊണ്ടുവരണം. അവൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. 3 കാര്യങ്ങൾ താൻ ആമേൻ തിമോത്തിയോസിനോട് പറയുകയാ. ഇത് 3 എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, ആമേൻ. തമ്പുരാൻ പറഞ്ഞടാ, വേദനയില്ലാത്തൊരു ലോകത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവുക. തണുപ്പേക്കാത്തൊരു ശരീരം നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. അതൊരകച്ചസിയാന എൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ ലെറ്ററുമായി ആമേൻ സ്തോത്രം ഈ 3 സാധനങ്ങൾ എടുത്തുകൊണ്ട് യൗവനക്കാരനായ തിമോത്തിയോസ് ട്രുഫൻഡൈൻ പട്ടണം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവിടെ വന്നന്വേഷിച്ചു പൗലോസിനെ എവിടെങ്കിലും കാണുന്നുണ്ടോ. ലൂക്കോസിലൂടെ മറ്റോ അറിഞ്ഞെന്നാണ് ചരിത്രം പറയുന്നത്. ചില നാളുകൾക്ക് മുൻപ് അവൻ കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. ആവശ്യപ്പെട്ടത് പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവും. പക്ഷേ ഒരു ഉയരത്തിലെ പുതപ്പ്, ഒരു തേജസ്സിൻ്റെ പുതപ്പ് തൻ്റെ മേൽ വന്നു വീഴുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രുഫൻഡൈൻ എന്ന പട്ടണത്തിലൂടെ ചങ്ങലധാരിയായി അവൻ 3-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി. മുട്ടുകുത്താൻ ആരാച്ചാറ് പറഞ്ഞപ്പോൾ പടയാളി അത് വായിച്ചു കേൾപ്പിച്ചു. അവൻ എന്താ കുറ്റപത്രമെന്നറിയാമോ? യേശുവിനെ പ്രസംഗിച്ചു എന്നതാണ് കുറ്റപത്രം. ഹല്ലേലൂയ. ജീവിതാനുഭവമുള്ളവനല്ലാതെ ആരാണ് യേശുവിനെ പ്രസംഗിക്കേണ്ടത്? അർത്ഥമനഗച്ഛസിയാന് ആമേൻ. നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ അദ്ദേഹം നന്നായി പ്രസംഗിക്കും. തിരുവഞ്ചനോട് പറഞ്ഞാൽ അദ്ദേഹം നന്നായി പ്രസംഗിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ മേഖലകൾ നിൽക്കുന്നവരെല്ലാം പുസ്തകം വെച്ചും അല്ലാതെയും പ്രസംഗിക്കാൻ പറ്റും. പ്രസംഗിക്കാൻ യോഗ്യതയുള്ളത് അവൻ സ്തോത്രം ഇന്ന് പകൽ അവർക്കാർക്കുമല്ല. അവരൊക്കെ സെക്കുലർ മേഖലകളിൽ പ്രസംഗിക്കട്ടെ. പക്ഷെ ഇന്ന് പകൽ പ്രസംഗിക്കാൻ യോഗ്യതയുള്ളത് അവൻ സ്തോത്രം മരണത്തിൻ്റെ കെട്ടഴി
പരിഹരിച്ച് അവൻ ആ പാപത്തിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ പ്രസംഗിക്കാൻ ഒറ്റ യോഗ്യതയുള്ളത് അനുഭവമുള്ള ദൈവപൈതലിന്. അല്ലാത്തതെല്ലാം തീരും കേട്ടോ. അർത്ഥമനഗജസയാന മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അവൻ നന്നായി വാക്ചാതുര്യത്തോടെ സംസാരിക്കുന്നത് നല്ലതാ. പക്ഷേ അനുഭവത്തോടെ ആര് സംസാരിച്ചോ അവനെ തകർക്കാൻ പറ്റത്തില്ല. അവൻ്റെ വാക്കുകൾക്കകത്തു നിന്ന് അവൻ ചിലത് ജീവിപ്പാനിടയാകും. അവൻ്റെ വാക്കുകൾക്കകത്തു നിന്ന് അഭിഷേകത്തിൻ്റെ അവൻ ബഹിർഗമനങ്ങൾ അവൻ മുൻപോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ പൗലോസിന്റെ കുറ്റം യേശുവിനെ പ്രസംഗിച്ചു എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പ്രസംഗിക്കാൻ കൊള്ളാകുന്ന ഒരുവൻ അത് നസറേയനായ യേശുവാണ്. ഉയർത്തിപ്പിടിക്കാൻ കൊള്ളാകുന്ന ഒരുവൻ അത് കർത്താവാണ്. ഉയർത്താൻ കൊള്ളാകുന്ന ഒരു പുസ്തകം അത് ഇന്ന് പകൽ നിങ്ങളുടെ കരത്തിലിരിക്കുന്ന ആ പുസ്തകമാണ്. ദൂരവനന്ധം ദാലകനച്ചം വേദികനന്ധം ദൂരവനച്ചം ഹംദൽ കാമശായദൽ കമനത്തൂര ചരദം ഉടകൽ കമനത്താനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുട്ടുകുത്തി നിന്നിട്ട് അവസാനം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്തോത്രം, തല ഉയർത്തി 37 വർഷത്തെ മിനിസ്ട്രി കഴിഞ്ഞ് ആ നിൽക്കുന്ന ജനസഞ്ചയത്തെ ചുറ്റും നോക്കി. ആരെയാ നോക്കുന്നതെന്നറിയാമോ? പുസ്തകമായിട്ട് ആ തിമത്തിയോസിങ് എത്തിയോ? ആരെയാ നോക്കുന്നതെന്നറിയാമോ? അവൻ ആ ചർമ്മലിഖിതങ്ങളും പുതപ്പുമായിട്ട് എത്തിയോ? അവൻ സ്തോത്രം, ഇനി ആ പുതപ്പ് വേണ്ട കുഞ്ഞെ, അവിടെ ചെന്ന് കാണാം എന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷേ തിമത്തിയോസിനെ കണ്ടില്ല. ഞാൻ പറയട്ടെ, പൗലോസ് ഒരു പദം പറഞ്ഞെന്ന ചരിത്രത്തിൻ്റെ ഏടുകളിൽ പറയുന്നത്, എൻ്റെ മകനെ തിമത്തിയോസേ, അവൻ സ്തോത്രം നീ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുക. അവൻ സ്തോത്രം അവിടെ വെച്ച് നമുക്ക് കാണാം. ഹല്ലേലൂയ. ഇന്ന് പകൽ വീണ്ടും കാണുന്നവരാണ് ഞാനും നിങ്ങളും. എത്ര പേർ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? വീണ്ടും കാണുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. അവനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വീണ്ടും കാണുന്നവരാണ്. ആ തിരിച്ചറിവുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേരുടെ അകം നിറയുന്നു. ഹല്ലേലൂയ. കല്ലറകൾക്കകത്തൊതുങ്ങി പോകുന്നതല്ല. അർത്ഥമനഗജസയാന കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ക്രിസ്തുവിന്റെ കാഹളത്തോടുകൂടെ അവൻ ആരിൽ വെളിപ്പെടുമ്പോൾ അവൻ രോഗാതുരമായിട്ടുള്ള ആരോഗ്യമുള്ള തേജസ്സേറിയ ഒരു ശരീരത്തോടുകൂടെ ഞാനും നിങ്ങളും അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളും. ഇന്ന് പകൽ എത്ര പേർക്ക് ആത്മാവിൽ തിരിച്ചറിവുണ്ട്? ഇവിടം കൊണ്ട് തീരത്തില്ല. മുൻപോട്ട് പോകാ, മുൻപോട്ട് പോകാ, മുൻപോട്ട് പോകാ. അതൊരു ജലഘടകസി മരണത്തിനകത്ത് തീരുന്നതല്ല നിന്റെ ജീവിതം. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ പ്രത്യാശയുള്ള ദൈവമക്കളുടെ ശബ്ദം ഉയരട്ടെ. ആ പ്രത്യാശയുള്ള ദൈവമക്കളുടെ ശബ്ദം ഉയരട്ടെ. ആ പ്രത്യാശയുള്ള ദൈവമക്കളുടെ ശബ്ദം ഉയരട്ടെ. ഇതിനപ്പുറം ഒന്നുണ്ട്, ഇതിനപ്പുറം ഒന്നുണ്ട്, ഇതിനപ്പുറം ഒന്നുണ്ട്. യെസ്. ധര 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 റമൽ ഖന സിയാ ധഗൽ ഖന അമലഗശൈദൽ. ശൂലം മാറിയില്ലെന്നോർത്തു നീ ഭാരപ്പെടണ്ട. ശൂലം മാറിയില്ലെന്നോർത്തു നീ ഭാരപ്പെടണ്ട. പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ശൂലം മാറ്റണം. സ്തോത്രം. 3-ാമത്തെ പ്രാവശ്യം ആത്മാവ് ഇടപെടുക. എൻ്റെ കൃപ എന്ന് പറഞ്ഞേ, ശക്തമായി പറഞ്ഞേ, എൻ്റെ കൃപ. ആ വാക്കിന് എത്ര ആഴമുണ്ടെന്നറിയാം? ആ വാക്ക് അനുഭവിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആ കൃപ അങ്ങനെ തന്നെ പ്രാപിച്ച ചിലരിനകത്തുണ്ടോ? എൻ്റെ കൃപ. പിന്നെ ആ വിഷയം ലിസ്റ്റിനകത്തില്ലായിരുന്നു. പിന്നെ ആ വിഷയമോർത്ത് പ്രാർത്ഥിച്ചില്ല. പിന്നെ ആ വിഷയമോർത്ത് നിരാശപ്പെട്ടില്ല. പിന്നെ ആ വിഷയമോർത്ത് കരഞ്ഞില്ല. എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽ ചിലതിൻ്റെ മുഖത്തേക്ക് ഞാൻ ചൂണ്ടിയിട്ട് പറയുകയാ, അവൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അവൻ സ്തോത്രം. ഇന്ന് പകലും അവൻ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വരാൻ നിന്നെ പ്രാപ്തീകരിച്ചത് അവൻ്റെ കൃപയാണ്. ഓ
ആരുടെ മേലോ ധാരാളം കൃപ ലഭിക്കുന്നത് ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുക. ആരുടെ മേലോ ആ കൃപയുടെ പുതപ്പ് വീഴുക. ഇനി അത് പറഞ്ഞ് നിന്റെ കണ്ണ് നിറയാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ മരണഭയങ്ങളും മാറട്ടെ, എല്ലാ മരണഭയങ്ങളും മാറട്ടെ, എല്ലാ മരണക്കെട്ടുകളും അഴിയട്ടെ, തലമുറയെ ചൊല്ലിയുള്ള നിരാശകൾ മാറട്ടെ, കുടുംബ തകർച്ചകൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, എനിക്കാരുമില്ലെന്നുള്ള ചിന്തകൾ മാറട്ടെ. നിന്നോട് ആര് പറഞ്ഞു നിനക്കാരുമില്ലെന്ന്? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ട്? ദൈവമാരെയോ ഈ പകൽ തൊടുന്ന വെളിപ്പാട്, ദൈവമാരെയോ ഈ പകൽ തൊടുന്ന വെളിപ്പാട്. അർത്ഥവനും നീ ആരുമില്ലാത്തവളല്ല, നീ ആരുമില്ലാത്തവനല്ല. കർത്താവ് എനിക്ക് തുണ, 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 കർത്താവ് എനിക്ക് തുണ. ഒരു 10 പ്രാവശ്യം ആ വാക്ക് പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ. അർത്ഥവന കർത്താവ് എനിക്ക് തുണ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനീ അന്ധേനെ ഞാനവനുള്ളം അർദ്ധനാരുമില്ലെനീ. ഓ ഇന്നെനിക്കു ശകതന ഇന്നെനിക്കു തൻഹിതമാണ്. ഓ തൻഹിതമാണ്. ഓ എൻ ദൈവമേ ദൈവം നീടുന്നേ ഞാൻ ഇന്നു മോദമാ എൻ്റെ വേണ്ട പ്രിയാലേ അങ്ങേ. ചേർന്ന് പാടാം. ഈശാം വേണ്ട പ്രിയാലേ അങ്ങേ. ഓ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയാലേ. ഓ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയാലേ അങ്ങേ. Praise the Lord. ആമേൻ. മടങ്ങി വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനെ ഉൾക്കൊള്ളാഞ്ഞത് യേശുവിൻ്റെ ശുശ്രൂഷയെ ബാധിച്ചില്ല. യേശുവിൻ്റെ ശുശ്രൂഷയെ ബാധിച്ചില്ല. ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാനും യേശുവിൻ്റെ അമ്മയും നിൽക്കുന്നു. ക്രൂശിലെ 7 മൊഴികളിൽ ഒന്ന് അവർക്ക് വേണ്ടിയായിരുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, താൻ സ്നേഹിച്ച ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അന്നു മുതൽ മറിയെ യോഹന്നാൻ ഉൾക്കൊണ്ടു. കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഉൾക്കൊണ്ടില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. ആരും ഇട്ട് തട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ആരും ഇട്ട് തട്ടാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എവിടെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, ഇട്ട് തട്ടാൻ, ഫുട്ബോൾ അടിക്കുന്നത് പോലെ തട്ടാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ധാരാളം പേരിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പ്രായമാകുമ്പോൾ ഒരു വല്ലാത്ത ആകുലത, ഒരു ചിന്ത, മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അടുത്തു നിൽക്കാൻ കുഞ്ഞുങ്ങളില്ല, എന്തോ കഴിച്ചെന്ന് ചോദിക്കാൻ ആരുമില്ല. ജീവിതത്തിൻ്റെ ചില ഒറ്റപ്പടിയിൽ വരുമ്പോൾ
ആമേൻ, അവരറിയാതെ പ്രാർത്ഥിക്കുന്നൊരു പദമുണ്ട്, കർത്താവേ കിടന്നു പോകല്ലേ. ഹലോ, സ്തോത്രം. ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന യൗവനക്കാർക്ക് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല. കൈ വിറയ്ക്കുമ്പോൾ, കാലിന് ബലം കുറയുമ്പോൾ, ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, അവൻ സ്തോത്രം, അവൻ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ, ആ ഉറപ്പ് നഷ്ടപ്പെടുമ്പോൾ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്തകൾ അകത്ത് വെളിപ്പെടുമ്പോൾ അറിയാതെ പ്രാർത്ഥിക്കുന്നൊരു പദമാണ് കിടന്നു പോകല്ലേ, ഞാൻ ആർക്കും ഒരു ഭാരമാകല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിഞ്ഞാൽ ദൈവം അറിയും. തലയിലെ ഒരു മുടി പൊഴിഞ്ഞാൽ ദൈവം അറിയും. ചിലരോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. അർത്ഥമനം പിള്ളേരല്ലേ, അവർക്ക് പല യാത്രകളും അവർക്ക് പല മേഖലകളിലൊക്കെ സെറ്റാകേണ്ടതുണ്ട്. അവർക്കൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, അത് സത്യമാണ്. അവർക്കൊത്തിരി പരിമിതികളുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്കല്ലേ ഉള്ളൂ പരിമിതികൾ. പരിമിതിയില്ലാത്തൊരു ദൈവം ഉണ്ടല്ലോ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? അവൻ സ്തോത്രം. അവർക്കൊക്കെ പരിമിതികളുണ്ട്. ഇന്ന് പകൽ ആരോടോ പറയുക, പരിമിതി ഇല്ലാത്തൊരുവനാ നിന്നെ വിളിച്ചത്. ഉപേക്ഷിച്ച് കളയുന്നവനല്ല നിന്നെ വിളിച്ചത്. പരിമിതിയില്ലാത്ത ഒരുവനാണ്. എത്ര പേർ ആ വലിയ ദൈവത്തെ വലുതായി കാണുന്നുണ്ട്? ഞാൻ സേവിക്കുന്ന ദൈവത്തിന് പരിമിതികളില്ല, പരിധികളില്ല. എനിക്കറിയാം ദൈവം ചിലരോട് സംസാരിക്കുന്നുണ്ട്, ഞാനത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്, സ്തോത്രം. അവസാനം ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ മുൻപോട്ട് വന്നാൽ പ്രാർത്ഥിക്കും. ആ സമയത്ത് ആത്മാവ് നിങ്ങളോട് ഇടപെട്ടാൽ ദൈവാലോചന പറയും. പരിമിതികളില്ല. എനിക്കിത് മനസ്സിലായത് 2018 ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് വർഷിപ്പിലും വന്നിട്ടുണ്ട്. 2018 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. മല്ലപ്പള്ളിക്കടുത്ത് മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ സഞ്ചരിച്ച വാഹനവും ടിപ്പറുമായിട്ട് ഇടിച്ചു. കാറും ടിപ്പറുമായിട്ട് ഇടിക്കാൻ കാരണം ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്കിരുന്ന് ഉറങ്ങിയാലും വണ്ടി ഓടിക്കുന്നവരെന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. ഉറങ്ങിയാൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. പ്രൈസ് ദി ലോർഡ്. പല ഹോസ്പിറ്റലുകളിൽ മാറി കൊണ്ടുപോയി. അവസാനം എന്നെ കൊണ്ടുപോയത് ട്രിവാൻഡ്രം കിംസിലാണ്. ദിവസങ്ങൾ ഞാൻ അവിടെ കിടക്കേണ്ടി വന്നു. എനിക്ക് പറ്റിയത് മുഴുവൻ ഹെഡ് ഇഞ്ചുറിയാണ്. തിരുനെറ്റിയുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. രക്തതാൽജയം. എത്രയോ ദിവസങ്ങളൊന്ന് ഉറങ്ങാൻ ശ്രമിച്ച ദിവസങ്ങൾ. നേരെ കിടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇങ്ങനെ പില്ലോ അടുക്കി വെച്ച് കിടക്കും. വളരെ ലേറ്റായിട്ട് കണ്ണിലൊരുറക്കം പിടിക്കുമ്പോൾ നമ്മളറിയാതെ പതുക്കെ ഊഴ്ന്ന് താഴേക്ക് പോകും. ആ പില്ലോ ഫ്ലാറ്റായി കിടക്കും. മണിക്കൂറുകൾ ആ കിടപ്പിൽ നിന്ന് ഞാനൊന്ന് എഴുന്നേക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വാരിയെല്ലുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ട്, കോഡ്സ് വന്നു കയറുന്ന ഭാഗമായതുകൊണ്ട് വലിയ പ്രതിസന്ധികളുണ്ട്. എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ എൻ്റെ ഭാര്യ എന്നെ കൈക്ക് പിടിച്ച് നടത്തിയിട്ടുണ്ട്. ആമേൻ. അന്ന് എനിക്ക് മനസ്സിലായൊരു യാഥാർത്ഥ്യമുണ്ട്. 4-5 ഗിയർ മാറി വണ്ടിയുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അന്നേരം അറിയത്തില്ല അവൻ ഇങ്ങനെയും ചില ദിവസങ്ങൾ ഉണ്ടാകുമെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. അത് പത്രോസിനോട് ഒരിക്കൽ പറഞ്ഞു, നീ തനിയെ ഒരിടത്ത് പോകാൻ കഴിയാത്ത മറ്റൊരുത്തൻ നിന്നെ സഹായിക്കുന്നൊരു സമയം വരും എന്നൊരു പദം. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ആമേൻ സ്തോത്രം, എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടാകണം. ആമേൻ സ്തോത്രം. എൻ്റെ ഈ രീതികളൊക്കെ മാറുന്നൊരു സമയമുണ്ട്. അത് കൂടെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. അറിയാതെ അഹങ്കാരം താഴെ പോകും, അറിയാതെ കണ്ണ് നിറയും. സ്തോത്രം. അറിയാതെ ദൈവത്തെ ഉയർത്തും. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ അതൊരു കാരണമാക്കും. മറ്റുള്ളവരെ ആമേൻ സ്നേഹിക്കാൻ പറ്റും.
എനിക്ക് ലഭിക്കുന്ന സാമ്പത്തികം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല, ഇതുപോലെയുള്ള പലർക്കും കൂടെ വേണ്ടിയാണെന്ന് അതൊരു പാഠമായി വെളിപ്പെടും. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഹല്ലേലൂയ, അവൻ സ്തോത്രം, രക്തത്താൽ ജയം. അവൻ പ്രായമാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം വിങ്ങാറുണ്ട്, എങ്ങനെയാണ്. പക്ഷേ ആ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ തീർച്ചയായിട്ടും അവൻ നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ യേശു കണ്ടതാണ്, എൻ്റെ അർത്ഥ സഹോദരന്മാർ ആരും ഇവിടെ വന്നിട്ടില്ല. ചരിത്രം പറയുന്നു, ഒരു പക്ഷേ ജോസഫ് അതിനു മുൻപ് മരിച്ചിരിക്കാം. സ്തോത്രം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തി, ആമേൻ, സ്തോത്രം, 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി, അവൻ സ്തോത്രം, 1-ാം അധ്യായം, രക്തത്താൽ ജയം, സ്തോത്രം, അതിൻ്റെ 12-ാമത്തെ, ആമേൻ, സ്തോത്രം, 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ മകനായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ പദത്തിനൊരു അണ്ടർലൈൻ ഇടുന്നത് നല്ലതാണ്. ക്രൂശിന്റെ ചുവട്ടിൽ ഇല്ലാത്തവൻ, സ്തോത്രം, അവൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി ആരെങ്കിലും ഈ പകലെന്നെ കേൾക്കുന്നെങ്കിൽ, കർത്താവ്, ഇന്നാർക്കൊരു മാറ്റമില്ലല്ലോ, ഇന്നാരുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാന്തരീക്ഷമില്ലല്ലോ, അവൻ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുന്നു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്തകൾ നിങ്ങളെ വല്ലാതെ ഭരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അത് കണ്ട് ക്ഷീണിച്ചു പോകരുത്. ദൈവം തൻ്റെ സമയത്ത് സകലതും നന്നായി ചെയ്യും. ഒരു നല്ല സ്തോത്രം ഞാൻ അതിന് പ്രതീക്ഷിച്ചു. ദൈവം തൻ്റെ സമയത്ത് സകലതും നന്നായി ചെയ്യും. ആരോടോ ദൂത് പറയുകയാ, അവൻ സ്തോത്രം, തലമുറയുടെ യാത്ര കണ്ട്, പോക്ക് കണ്ട് ഭാരപ്പെടുന്ന ആരോടോ ആത്മാവിടപെടുക. അതിൻ്റെ സമയത്ത് സകലതും നന്നായി ചെയ്യും, സകലതും നന്നായി ചെയ്യും, സകലതും നന്നായി ചെയ്യും. ഇംഗ്ലണ്ടിൽ, അവൻ സ്തോത്രം, മോണിക്ക എന്ന് പറയുന്ന ഒരു മാതാവ്, അവരുടെ 4 മക്കളിൽ ഒരുവനൊഴികെ ബാക്കിയെല്ലാം അമ്മയുടെ പാത പിന്തുടർന്ന് പ്രാർത്ഥനയിലും പ്രത്യേക രീതിയിലും അവരുടെ ജീവിതം ദൈവവചനത്തിന് അധിഷ്ഠിതമായി അവർ ജീവിച്ചു. പക്ഷേ അതിനകത്ത് ഇളയ മകനായ അഗസ്റ്റിന് ഒരു മാറ്റമില്ല. എന്നും അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ദൈവമേ, അഗസ്റ്റിനൊരു രൂപാന്തരം കൊടുക്കണേ, അഗസ്റ്റിനൊരു രൂപാന്തരം കൊടുക്കണേ, അഗസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് നയിക്കണേ. അഗസ്റ്റിൻ ചൂതാട്ടക്കാരനായും മദ്യപാനിയായും വെറുക്കൂത്തിലും അവൻ സ്തോത്രം ശയനമോഹങ്ങളിലുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ സ്തോത്രം, ഞാൻ പറയട്ടെ, അവൻ ഈ മോണിക്ക ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവൻ സ്തോത്രം, ഇത് അഗസ്റ്റിൻ അറിഞ്ഞു. അവൻ അഗസ്റ്റിൻ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു, എനിക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഇനി കരയാൻ ആരുമില്ലെന്നോർത്ത് അവൻ അഗസ്റ്റിൻ ഓടി വരുമ്പോൾ അമ്മയുടെ ബോഡി അവൻ സ്തോത്രം അടക്കാൻ തുടങ്ങുകയാണ്. അവൻ അടക്കമെല്ലാം കഴിഞ്ഞ് ശാന്തമായി വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു. തൻ്റെ സഹോദരന്മാർ പലരും അവിടെയുണ്ട്. അമ്മയുടെ റൂം തുറന്ന് അവൻ 2 കതകുകൾ തുറന്നു നോക്കുമ്പോൾ അമ്മ വായിക്കുന്ന പുസ്തകം അവൻ ഒരു ഡെറി വിരിച്ചിട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ മലർക്ക തുറന്നിരിക്കുന്നു. ആ പുസ്തകം എടുത്ത് കയ്യിലോട്ട് നോക്കുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വാക്യമാണ്, വെറിക്കൂത്തുകളിലും ശയനമോഹങ്ങളിലും അല്ല എന്നൊരു പദം. അത് അഗസ്റ്റിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ അവൻ പാഞ്ഞിറങ്ങുവാനിടയായി. അവൻ സ്തോത്രം ആ വചനം കയ്യിലെടുത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറിയാവുന്നതുപോലെ ദൈവത്തോട് പറയാൻ തുടങ്ങി. അതൊരു ശാന്തമായിട്ടുള്ള കരച്ചിലായി തുടങ്ങിയെങ്കിലും പിന്നെ അത് ഒരു പൊട്ടിക്കരച്ചിലായി, ഒരു പ്രത്യേക അനുഭവത്തിൽ അത് മാറുവാൻ തുടങ്ങി. തൻ്റെ സഹോദരന്മാർ കേട്ടത് ഇങ്ങനെയാണ്, അവൻ സ്തോത്രം മദ്യത്തിൻ്റെ അവൻ രീതിയിലായതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കരയുന്നത്. പക്ഷെ അവരറിഞ്ഞില്ല, അന്ന് അഗസ്റ്റിനെ തൊടുന്ന ദിവസമായിരുന്നു, അന്ന് അഗസ്റ്റിന് രൂപാന്തരം വരുത്തുന്ന ദിവസമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചിലതിന് മാറ്റമില്ലെങ്കിൽ അതോർത്ത് ഭാരപ്പെടണ്ട. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മരിച്ചാലും മരിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അർത്ഥമാനകസിയാന നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്. അവൻ സ്തോത്രം. ഞാൻ പറയട്ടെ, പിൽക്കാലത്ത് ഇംഗ്ലണ്ടിനെ ഇളക്കി മറിക്കുന്ന ഒരു സുവിശേഷകനായി ദൈവം സെന്റ് അഗസ്റ്റിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ചിലതിനെ ഓർത്ത് കരയുന്ന ചിലതിനോട് ആത്മാവിൽ ഒരു ദൂത് പറയുകയാ. വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. നമ്മുടെ ഡ്യൂട്ടി പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക, അത് നടക്കുന്നിടം വരെ പ്രാർത്ഥിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നിടം വരെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില തലമുറകളെ വിടുതലുകൾ ദൈവം ചെയ്യുന്നത് ആത്മാവിനോട് ഇടപെടുകയാ. ചിലതിന് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. യെസ്. രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ദൈവവചന പഠനാർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പിൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ യാക്കോബിനെ ദൈവം ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി. പിൽക്കാലത്ത് ഈ യാക്കോബിൻ്റെ മുട്ടുകളെ കുറിച്ച് ജോസിഫസ് പറയുന്നത് ഒട്ടകത്തിൻ്റെ മുട്ടുകൾ പോലെ തഴമ്പുള്ള മുട്ടായിരുന്നു. യേശു സ്തോത്രം അത്ഭുതങ്ങൾ പലതും ചെയ്തിട്ടും യേശുവിനെ ഉൾക്കൊണ്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം യാക്കോബിനെ പുറത്തു കൊണ്ടുവന്നു. അവനെ കൊണ്ട് പുതിയ നിയമസഭയ്ക്ക് ആദ്യത്തെ പുസ്തകം എഴുതിച്ചു. ആദ്യത്തെ പുസ്തകം യാക്കോബിനെ കൊണ്ട് എഴുതിക്കണമെങ്കിൽ ഇതത്ര ചെറിയ കാര്യമല്ലല്ലോ. സ്തോത്രം. യെരൂശലേമിലെ സഭയുടെ മുൻപിൽ നിൽക്കാൻ യാക്കോബിനെ ദൈവം കാരണമാക്കുവാനിടയായി. 12-ാം അധ്യായത്തിൽ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞ് പത്രോസ് പുറത്തു വന്ന് കതകിൽ മുട്ടി രോധ എന്ന് പറയുന്ന പെൺകുട്ടി വാതിൽ തുറക്കുമ്പോൾ പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും നിങ്ങൾ എൻ്റെ ഈ വിടുതലിൻ്റെ വാർത്ത പറയണം. ആരാണ് ആ യാക്കോബ് എന്നറിയാമോ? യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്. കരങ്ങൾ മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞേ. സമയത്തിൻ്റെ പരിധി ഉള്ളത് കൊണ്ട് വാക്യം വായിപ്പിക്കാത്തത്. സ്തോത്രം. യാക്കോബിനോട് പറയണം. പത്രോസ് ആര്? പത്രോസ് ഒന്നാമൻ എന്ന് പറഞ്ഞ യേശു തുടങ്ങുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച മനുഷ്യനാ. പെന്തക്കോസ്ത് നാളിൽ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ ദൈവം കണ്ട മനുഷ്യനാ. 3000 എണ്ണത്തെ സ്നാനപ്പെടുത്തി അകത്തു കയറ്റിയ മനുഷ്യനാ. അങ്ങനെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി മുമ്പിൽ നിർത്തിയ മനുഷ്യൻ പിൽക്കാലത്ത് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യാക്കോബിനോട് സഹോദരങ്ങളോട് പറയുകയാ, നിങ്ങൾ എൻ്റെ വിടുതലിൻ്റെ വാർത്ത നിങ്ങൾ യാക്കോബിനോട് പറയണം. ഇന്ന് പകൽ ആത്മാവിൽ പറയുകയാ, ചില വാർത്തകൾ ചിലർ കേൾക്കാൻ പോകുകയാ. ചില ദൈവപ്രവൃത്തിയുടെ വാർത്തകൾ, ചില വിടുതലിൻ്റെ വാർത്തകൾ ചിലതിൻ്റെ കാതുകളിൽ വെളിപ്പെടാൻ സമയമായി. കല്ല് വെച്ച് ഇനി പുറത്തു വരത്തില്ലെന്ന്, രേഖ എഴുതി ഇനി നീ പുറത്തു വരത്തില്ലെന്ന്. പക്ഷെ ഇന്ന് പകൽ സ്വർഗം പറയുകയാ, നിനക്കെതിരെ വെളിപ്പെട്ട എല്ലാ വെല്ലുവിളികളെയും മാറ്റി ഒരു നല്ല വാർത്ത ഇതൊരു ദൂതായി ഏറ്റെടുത്തു. ചിലരുടെ കാതുകളിൽ ഒരു നല്ല വാർത്ത. ചിലരത് കേൾക്കാൻ പോകുകയാ. ഒരു നല്ല വാർത്ത. എത്ര പേർ ആ ദൂതിൽ കയറി പിടിക്കും? ഒരു നല്ല വാർത്ത നിന്റെ കാതിൽ കേൾക്കാൻ സമയമായി. ഒരു നല്ല വാർത്ത. ഒരു നല്ല വാർത്ത ചിലർ കേൾക്കാൻ സമയമായി. ഗലാത്യ ലേഖനം 1-ാം അധ്യായം വാക്യം 18 വേഗത്തിൽ വായിക്കാമോ? ഗലാത്യർ 1 വാക്യം 18 മുതൽ വേഗത്തിൽ. 3 ആണ്ട് കഴിഞ്ഞിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. 15 ദിവസം കേഫാവിനോടുകൂടെ പാർത്തു അവിടെ. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. അപ്പോസ്തലന്മാരിൽ ഗലാത്യ ലേഖനം എഴുതുന്നതിന് മുമ്പ് പൗലോസ് പറയുകയാ, ഞാൻ ഒരാളെ കണ്ടു. യേശുവിനെ അംഗീകരിക്കാതിരുന്ന, യേശുവിൻ്റെ അത്ഭുതം ഉൾക്കൊള്ളാതിരുന്ന,
യേശുവിൻ്റെ ദൈവത്വത്തെ ആമേൻ ഉൾക്കൊള്ളാതിരുന്ന ഒരു യാക്കോബിനെ ഞാൻ കണ്ടു. രണ്ട് പ്രധാനപ്പെട്ട ഭക്തന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ജാതികളുടെ ഇടയിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് പൗലോസ്. ഇപ്പുറത്ത് പരിച്ഛേദനക്കാരുടെ ഇടയിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ്, അതായത് യഹൂദന്മാരുടെ ഇടയിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് പൗലോസ്. ആത്മനിയോഗത്തോടെ അവൻ സ്തോത്രം 3.5 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞു യെരൂശലേമിലേക്ക് പോകണം. യെരൂശലേമിൽ ചെന്ന് നീ പത്രോസുമായിട്ട് സംസാരിക്കണം. അവർ ഒരുമിച്ച് സമ്മേളിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളെ കൂടെ ചേർത്ത് നിർത്തി. പേര് ഒരു കാലത്ത് വിശ്വസിക്കാതിരുന്ന യാക്കോബ്. അതത്ര നിസ്സാര കാര്യമല്ല, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്ന് യാക്കോബ് കൃപയ്ക്ക് പുറത്തല്ല, ഇന്ന് യാക്കോബ് കൃപയ്ക്കകത്താണ്. സ്തോത്രം. ഇന്ന് യാക്കോബ് കൃപയ്ക്കകത്താണ്. ആത്മാവനോട് ഈ പകൽ പറയുകയാണ്, അർത്ഥമനഗജസി, ഒരു സാധ്യതയും ഇല്ലാത്ത ചില വിഷയങ്ങൾ ചിലർ കാണാൻ പോകുകയാണ്. ഒന്നുകൂടെ ദൂത് പറയുന്നു, ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ലാത്ത ചില വിഷയങ്ങൾക്ക് ജനം ആത്മാവിൽ സ്തോത്രം പറയാൻ പോകുകയാണ്. ഒരു സാധ്യതയുമില്ലാത്ത ചില യാത്രകൾ ദൈവം ചിലർക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. ഒരു സാധ്യതയുമില്ലാത്ത ചില വഴികൾ ദൈവം ഈ പകൽ ചിലതിനു വേണ്ടി വെട്ടാൻ തുടങ്ങുക. യെസ്, യെസ്. ചിലതിന്റെ ഭാവിക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി വെട്ടുന്ന വെളിപ്പാട്, ചിലതിന്റെ ഭാവിക്ക് വേണ്ടി ഒരുങ്ങി വരുന്ന വാഗ്ദത്തങ്ങൾ തടയപ്പെടുന്നെങ്കിൽ ഇന്ന് പകലത്തെ പ്രാർത്ഥനയിൽ ദൈവം അതിനെ വെട്ടിക്കളഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചോ, ഈ പ്രാർത്ഥനയിൽ ചിലതിനു വേണ്ടി ദൈവം അസാധ്യമായ ചില പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. അസാധ്യതകൾ സാധ്യമാകട്ടെ, അസാധ്യതകൾ സാധ്യമാകട്ടെ, അസാധ്യതകൾ സാധ്യമാകട്ടെ. യെസ്. ചില തലമുറകളുടെ വഴികൾ ദൈവം തുറക്കുന്നത് എന്നെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില തലമുറകളുടെ വഴികൾ ഈ പകൽ ദൈവം തുറക്കുക. പഠിച്ചിട്ടും വഴിയില്ലാതെ അവൻ ചില വർഷങ്ങളായി ഒതുക്കപ്പെട്ടു നിൽക്കുന്ന ചിലതിനോട് ആത്മാവിന് ദൂത് പറയുകയാ, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി. യെസ്, യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എഴുതിയ രേഖകൾ ഇന്ന് പകൽ പൊളിയട്ടെ. എഴുതിയ രേഖകൾ ഇന്ന് പകൽ പൊളിയട്ടെ. എഴുതിയ രേഖകൾ ഇന്ന് പകൽ പൊളിയട്ടെ. ഈ 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഒരു കാലത്ത് യേശുവിനെ വിശ്വസിക്കാത്തവനെ കൊണ്ട് പിൽക്കാലത്ത് ഒരു ലേഖനം എഴുതിച്ചു. ആമേൻ. അത് ആദ്യത്തെ പുസ്തകമായി, പുതിയ നിയമത്തിലെ പുസ്തകമായി പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തു. യേശു തൻ്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാതിരുന്നെങ്കിൽ അവൻ സ്തോത്രം പിശാച് മാറി നിന്ന് ചിരിക്കുമായിരുന്നു. പക്ഷേ യേശുവിനെ നന്നായി അറിയാം, എവിടെ വരെ പോയാലും അവസാനം ഇവനെ കൊണ്ട് എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യിക്കും. ദൈവം എന്നോട് പറയുന്നു, ചിലരെ കൊണ്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കും, ചില തലമുറകളെ കൊണ്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. അവൻ അതിൻ്റെ കാലം അതിവിദൂരമല്ല. അത് പറയുമ്പോൾ ചവിട്ടി തിരിഞ്ഞ് പോകുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, കാലം അതിവിദൂരമല്ല, കാലം അതിവിദൂരമല്ല. അവൻ ചിലർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാലം വിക്കനായ മോശയെയും ഉപയോഗിച്ചതുപോലെ, വിക്കനായ മോശയെയും ഉപയോഗിച്ചതുപോലെ ചിലതിന്റെ നാവിനെ തൊട്ട് ചിലതിന്റെ മേലൊരു ആത്മശക്തി പകർന്ന് ചിലതിനെ ഒരു തീയാക്കി. ദൈവാത്മാവ് ചിലതിനെ തൊടാൻ ആഗ്രഹിക്കുന്നു. അവൻ ചിലതിനു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സംഭവിക്കട്ടെ. ഈ പകൽ സംഭവിക്കട്ടെ, ആത്മമണ്ഡലത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. യെസ്,
Yes. Hara Dharaya Rigada Shaid Abdul Kabana Shad Hamda Smaidal Kama Sedal. കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ വേലയ്ക്ക്. അവൻ നിന്റെ വിക്കവന് വിഷയമല്ല, നിന്റെ കഴിവുകേട് അവന് വിഷയമല്ല, നിന്റെ ഇല്ലായ്മകൾ അവന് വിഷയമല്ല, നിന്റെ നിറം അവന് വിഷയമല്ല, നിന്റെ കുടുംബം അവന് വിഷയമല്ല. ഇന്ന് പകൽ ചിലതിന്റെ മേലെ പുതപ്പ് വീഴട്ടെ, ഈ പകൽ ചിലതിന്റെ മേലെ പുതപ്പ് വീഴട്ടെ, ഈ പകൽ ചിലതിന്റെ മേലെ പുതപ്പ് വീഴട്ടെ. ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പിന്റെ ഒരു ആത്മപകർച്ച ഇന്ന് പകൽ ചിലരുടെ മേൽ വീഴട്ടെ. ദേശത്തിന്റെ കെട്ടഴിക്കാൻ, ദേശത്തിന്റെ കെട്ടഴിക്കാൻ, ഗർഭനാശകമുള്ള ദേശത്തിന്റെ കെട്ടഴിക്കാൻ. ആധിപത്യങ്ങളെ വെട്ടാൻ, ആധിപത്യങ്ങളെ വെട്ടാൻ, ആധിപത്യങ്ങളെ വെട്ടാൻ ഇന്ന് പകൽ ഒരു ആത്മപകർച്ചയുടെ ആഴം ഇന്ന് പകൽ ആള് മാറിയവനെ പോലെ. പേരൻസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, ഇന്ന് പകൽ ചിലതിനെ ദൈവം തൊടട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മിദ്യാന്റെ ശക്തിയെ വെട്ടാൻ ഒരു ഗിദെയോനെ ദൈവത്തിന് ആവശ്യമുള്ളതുപോലെ പരാക്രമശാലികൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അവൻ കയറിക്കിടക്കുന്ന മിദ്യാന്റെ ശക്തി, നിന്റെ കുടുംബത്തെ മുച്ചോടെ മുടിക്കുന്ന ആ മിദ്യാന്റെ വ്യാപാരം, ആ ജാതീയ മണ്ഡലത്തെ വെട്ടാൻ ഇന്ന് മകൾ അഭിഷേകം. അവരുടെ തൂലികകളിലൂടെ ചിലത് പുറത്തു വരട്ടെ, അവരുടെ കയ്യിലൂടെ ചിലത് പുറത്തു വരട്ടെ, അവരുടെ നാവിലൂടെ ചിലത് പുറത്തു വരട്ടെ. Yes, 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 yes. വഴിപിരിയത്തില്ലെന്ന് പറയുന്ന യോർദാന്യ ശക്തികളെ അടിച്ചു പിരിക്കുന്ന ഒരു ആത്മശക്തി. ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് പകൽ ആരുടെ മേലോ അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. യെസ്, യെസ്, യെസ്. അസാധാരണമായ ഒരു ആത്മപകർച്ച ഈ യൗവനക്കാരുടെ മേൽ വീഴട്ടെ, ഈ യൗവനക്കാരുടെ മേൽ വീഴട്ടെ. Ramana Haziana Ramana Hazimana Dhagal Kamanagas Arthal Kamanagasiana Hamdal Kamanagasiana. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി കേട്ടോ. ചില തലമുറകൾ കർത്താവിന്റെ വേല ചെയ്യണമെന്നറിയാം, അവനോട് ചെറുപ്പം മുതൽ പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്ന്. പക്ഷെ അതിന് മനസ്സില്ലാതെ ഇന്നും ആമേൻ സ്തോത്രം ഒരൊറ്റയാനെ പോലെ സഞ്ചരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുകയാ, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടാൻ സമയമായി. ആണ്ടുകൾ കഴിയും മുൻപേ വെളിപ്പെട്ടു വരുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന് വേണ്ടി നിൽക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു കൈമാറ്റം ഇതിനകത്ത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മപകർച്ച ഇതിനകത്ത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. പരിമിതികൾ മാറട്ടെ, പരിധികൾ മാറട്ടെ, വെളിപ്പാടുകൾ തുറക്കട്ടെ, അസാധാരണങ്ങൾ സംഭവിക്കട്ടെ.
ഈ ലോകത്തിന് വേണ്ടി ഓടാനല്ല ദൈവം കണ്ടവൻ, ഈ ലോകത്തിന് വേണ്ടി ഓടാനല്ല ദൈവം കണ്ടവൻ. സ്തോത്രം. മുന്തിരിച്ചക്കിനരികെ കൊണ്ടിട്ട് ആരും കാണാതെ മെതിക്കേണ്ടവനല്ല നീ മുൻപിൽ വരേണ്ടവനാ. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കൂടെ ചിലതിനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. നിന്റെ കൂടെ കാഹളം ഊതാൻ ചിലതിനെ ദൈവം ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽ ആർ യു റെഡി? നിനക്കതിന് തയ്യാറാണോ? 7 വർഷങ്ങൾ ദൈവം കരുതി വെച്ച ചില പ്രവൃത്തിക്ക് വേണ്ടി ചില ഗിദയോനെ അവൻ ഇന്ന് പകൽ ചില ഗിദയോന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക. സുവിശേഷത്തിന്റെ നാവായി, സുവിശേഷത്തിന്റെ നാവായി, സുവിശേഷത്തിന്റെ നാവായി. എനിക്കറിയാം ദൈവം ആരെയോ തൊടുന്ന വെളിപ്പാട് അവൻ ഞാൻ പറയുന്ന വ്യക്തി ഇവിടെ കാണണമെന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി പൗലോസിന് ശേഷം ഒരു തിമോത്തിയോസ് എഴുന്നേറ്റതുപോലെ ദൈവസഭയെ മുൻപിൽ നിന്ന് നയിക്കാൻ Yes, yes, yes. സാധാരണമായ ഒരു ആത്മപകർച്ച യേശുവിന്റെ നാമത്തിൽ രോഗക്കെട്ടുകൾ അഴിയട്ടെ. ആത്മപകർച്ചയുടെ യാഗം മുൻപിൽ നിന്ന് നയിക്കാനുള്ള ഒരു ആത്മപ്രവർത്തി യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള നാസറേനായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേലൊരു മഴ പെയ്യട്ടെ. Power. Jesus, 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 Jesus. ഈ തലമുറകളുടെ മേലെ സംഭവിക്കട്ടെ, ഈ തലമുറകളുടെ മേലെ സംഭവിക്കട്ടെ, തലമുറകളുടെ മേലെ സംഭവിക്കട്ടെ. ആത്മശക്തിയുടെ ആഴം ജീസസ്, ജീസസ്. അവൻ പരിധികളെ പൊളിക്കുക, പരിധികളെ പൊളിക്കുക, പരിധികളെ പൊളിക്കുക. ആത്മമണ്ഡലത്തിൽ ആ പരിധികളെ പൊളിക്കുക യേശുവിന്റെ നാമത്തിൽ. യെസ്, യെസ്, യെസ്. നിരാശകൾ മാറട്ടെ. ദൈവത്തിന് ചില മാലിന്റെ ശക്തിക്കെതിരെ യുദ്ധം ചെയ്യാൻ ദൈവത്തിന് ചിലരെ വേണം. സംഭവിക്കുന്നു, സംഭവിക്കുന്നു, സംഭവിക്കുന്നു. ആത്മാവിൽ അത് സംഭവിക്കുന്നു. Jesus, name of Jesus. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു പാട്ട് പാടാൻ മുമ്പ് സമയമില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളവർ ദയവായി നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും ഒന്നും കൈപൊക്കരുത്. അങ്ങനെ പൊക്കിയിട്ടൊരു കാര്യമൊന്നുമില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവദാസന്മാർ ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നിയോഗമുണ്ടെങ്കിൽ ബാക്കി ഭാഗം വൈകിട്ടെടുക്കും. എനിക്കതിൻ്റെ പ്രാരംഭ ഭാഗം മാത്രമേ ഒന്ന് തൊടാൻ പറ്റിയുള്ളൂ. ഇന്നത്തെ സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്. ആൻറ്റി, ഒരു വിടുതലുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനെൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കാൻ അവൻ ഭയന്ന് ഭയന്ന് ജീവിക്കേണ്ടവരല്ല നാം. അവൻ നിരാശപ്പെട്ട് സഞ്ചരിക്കേണ്ടവരല്ല നാം. അർത്ഥമന ദൈവപ്രവൃത്തിയുണ്ട്.
ദൈവപ്രവൃത്തിയുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. അർത്ഥമനഘടക ശൈതൽക്കമനഘടക ചെയ്യാന. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. അവൻ, ഞാൻ പറയുന്നു, വഴി അടഞ്ഞ ചില തലമുറകളുടെ വഴി തുറക്കുക. വഴി അടഞ്ഞ പഠിക്കാഞ്ഞിട്ടല്ല, പോകാഞ്ഞിട്ടല്ല, അടഞ്ഞു നിൽക്കുക, അടഞ്ഞു നിൽക്കുക. ദൈവം നിന്റെ വഴി തുറക്കുക, ദൈവം നിന്റെ വഴി തുറക്കുക. അർത്ഥമനഘച്ച ചെയ്യാന അന്ധനാറികൽക്കമനഘച്ച ചെയ്യാന. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് നടക്കുക. അവൻ, ഞാൻ പറഞ്ഞ പദങ്ങൾ ചുമ്മാ പറഞ്ഞതല്ല. അവനൊരു ഗിദയോനെ ദൈവത്തിന് വേണം. അർത്ഥമന ബാലിന്റെ ബലിപീഠങ്ങളെ ഇടിക്കാൻ, അശേരയുടെ ശക്തികളെ ഇടിക്കാൻ ദൈവത്തിനൊരു ഗിദയോനെ വേണം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവജനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ മേൽ കരം വയ്ക്കണമേ. ഒരു പുതപ്പ് അവരുടെ മേൽ വീഴട്ടെ. കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകാനല്ല, കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകാനല്ല. ഇന്ന് പകൽ ആ കട്ടകളെ ഉടച്ചു മാറ്റുന്നു. അവൻ ഈ ആണ്ടിൽ പടുവിത്ത് കിളിർക്കുമെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് പകൽ കിളിർക്കേണ്ടത് കിളിർക്കട്ടെ, വേരോടേണ്ടത് വേരോടട്ടെ, പുറത്തു വരേണ്ടത് പുറത്തു വരട്ടെ. കർത്താവിന് വേണ്ടി നിലകൊള്ളട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അക്കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്, എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ശക്തിയോട്, അവൻ ബലത്തോടെ, ആത്മബലത്തോടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഫലകരമായ പ്രാർത്ഥനയുടെ പ്രത്യേക തലങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയി. ഹല്ലേലൂയ. നമ്മുടെ നിലയും വിലയും അറിയുന്ന കർത്താവ് നമ്മോട് കൃത്യമായി സംസാരിച്ചു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരെ, പ്രാർത്ഥന, ആ ശബ്ദം മരിക്കുകയില്ല. അത് നാളുകൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ചില സമയങ്ങൾ ആ നിയോഗപ്രകാരം അത് പുതുജീവിതം, അതേ പുതുജീവൻ പ്രാപിക്കും. വാഗ്ദത്തം മരിക്കുകയില്ല. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ, നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് കേട്ട ദൈവ ശബ്ദത്തിന് മുൻപാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ആര് തുണ നിന്നില്ലെങ്കിലും കർത്താവ് നമുക്ക് തുണയുണ്ട്. ആമേൻ. യേശു കർത്താവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയുടെ വേളയിലെല്ലാം സ്വന്തം സഹോദരന്മാർ പോലും തന്നെ പകച്ചു. ഹല്ലേലൂയ, ഉൾക്കൊണ്ടില്ല. എന്നാൽ പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന സഹോദരന്മാർ. ഹല്ലേലൂയ. ഓ, യാക്കോബിനെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടല്ലോ. കർത്താവിന് വേണ്ടി ഈടുറ്റ ലേഖനം എഴുതി തൻ്റെ ജനത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ വ്യക്താവായി ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനെ ഉൾക്കൊണ്ടില്ല എങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷ ഇതൊന്നും ബാധിച്ചില്ല എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഈ കേട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? പൗലോസിനോടുള്ള ജീവിതത്തിലും അത് തന്നെയല്ലേ നമ്മൾ കണ്ടത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയിലേക്കൊക്കെ പോയി. അത് ചെമ്പ് പണിക്കാരനായ ഹല്ലേലൂയ, അതെ, അലക്സാണ്ടർ ഒത്തിരി ദോഷം ചെയ്തു. ഇതൊന്നും തൻ്റെ ശുശ്രൂഷയെ ബാധിച്ചില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനാ ശബ്ദം, അതേ, വാഗ്ദത്തങ്ങളൊന്നും മരിക്കുകയില്ല. പിൽക്കാലത്ത് സഭയെ ആമേൻ ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ സഭയെ ദൈവം ഹല്ലേലൂയ തൻ്റെ ദാസന്മാരിൽ കൂടി ആമേൻ ലേഖനങ്ങൾ എഴുതി ആമേൻ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി ദൈവം ഉപയോഗിച്ചുവെങ്കിൽ
ദൈവം ഇന്ന് ഉപയോഗിപ്പാൻ ദൈവം ശക്തനാ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്താണ് ആമേൻ ദൈവം സാധ്യമാക്കി തരുന്നത്. ആർക്കും അകന്നു മാറാം. എന്നാൽ ദൈവ പൈതലേ, നീ അകന്നു മാറരുത്. നിന്റെ മേലൊരു അഭിഷേകം, അതേ ഒരു പുത്തൻ പുതപ്പ് വീണതാ, നിന്റെ മേലൊരു വാഗ്ദത്തം വീണതാ. ആര് മാറിയാലും നീ മാറാൻ കഴിയുകയില്ല. ദൈവത്തോട് നീ ചെയ്ത ഉഭയസമ്മതം, ആ ഉടമ്പടി ആമേൻ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ ജയം പ്രാപിപ്പാൻ, വലിയ അഭിഷേകത്തിന്റെ ശക്തിയോടെ നിലനിൽക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ആമേക്ക് നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്തിനെ വൈകിട്ട് ഉപയോഗിപ്പാൻ തക്കവണ്ണം, ശക്തമായി ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കണം. ഹല്ലേലൂയ. വന്ന് ചേർന്ന് എല്ലാവരും വിടുവിക്കപ്പെട്ടും മടങ്ങിപ്പോകുവാനിടയായി തീരണം. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സഭാ തലങ്ങളിൽ തലമുറകളുടെ ഇടയിൽ തലങ്ങളിലെല്ലാം വലിയ വിടുതൽ ദൈവം നൽകി. ദൈവവാഗ്ദത്തം നമ്മോട് സംസാരിച്ചല്ലോ. പുതുവഴികൾ തുറക്കുന്ന ആ സമയമായി കണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ജിനു ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കും. കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷൻ കർത്താവ് ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രിയ ദൈവദാസനിലൂടെ വളരെ വ്യക്തമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ കർത്താവ്. ദൈവമേ, ഒരു തവണ കർത്താവ് ദൈവമേ, യേശു കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത യാക്കോബ്, ദൈവപ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ കഴിയാത്ത യാക്കോബിനെ തുടർന്ന് ആ ദൈവപ്രവൃത്തിയെ ഉൾക്കൊള്ളുവാനും ദൈവനാമത്തിനു വേണ്ടി അങ്ങ് അധികമായി എടുത്ത് ഉപയോഗിച്ചതൊക്കെ കർത്താവ് കേൾക്കുവാൻ അങ്ങ് സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ ആര് കൈവിട്ടാലും കർത്താവേ, ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് കർത്താവ് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അങ്ങ് കേൾപ്പിച്ച എല്ലാ നല്ല ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രിയ ദൈവദാസനെ വളരെ ശക്തിയോടെ അങ്ങ് എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രിയ ദൈവദാസന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമേ. വൈകുന്നേര സെക്ഷനിലും കർത്താവേ അങ്ങ് വളരെ ശക്തിയോടെ അങ്ങ് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവദാസന്മാരെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷകളെ, കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണമായും ഭാഗികമായി ഉപവസിക്കുന്ന ദൈവജനത്തെല്ലാം ഓർക്കുന്നു കർത്താവ്. ഈ ഉപവാസ പ്രാർത്ഥന ഓരോ വ്യക്തികളുടെ ജീവിതത്തില് ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുറന്നുള്ള സെക്ഷൻസിലെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മടക്കയാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ. വൈകുന്നേരം തക്ക സമയത്ത് ദൈവാരാധനയൊക്കെ നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവസഭയെ, കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളുടെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഞങ്ങളുടെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സെക്ഷൻ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചലായി സ്തോത്രം ചെയ്യുന്നു. സകല ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. വൈകിട്ടത്തെ മീറ്റിംഗ് 7 മണിക്ക് ആരംഭിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പേഴ്സണലായിട്ട് ആർക്കെങ്കിലും ദൈവശബ്ദത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വരില്ല. ഇന്നിത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസനെ വിശ്രമിച്ചിട്ട് വേണം രാത്രിയിൽ മീറ്റിങ്ങിന് വരേണ്ടത്. അത്യാവശ്യം ദൈവശബ്ദം കേൾക്കണം എന്നുള്ളവർ മുൻപോട്ട് കടന്നു വന്നാൽ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും.